ഏകാത്മ മാനവ ദർശനം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണെന്നും ഭാരതത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ദിശാബോധം നൽകിയ മഹത് വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ എന്നും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ പറഞ്ഞു. ദീൻദയാൽ ഉപാധ്യായയുടെ 57ാം ബലിദാന ദിനത്തിൽ ചാലക്കുടി ബി.ജെ.പി. നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുഷ്പാർച്ചന നടത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീനദയാൽജി മുന്നോട്ടുവച്ച ഏകാത്മ മാനവ ദർശനത്തിന്റെ പ്രഭാവം രാജ്യത്തിന് ഇന്നും ഊർജ്ജമേകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി. വി. പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ്, പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട്, സംസ്ഥാന സമിതി അംഗങ്ങളായ കെ. പി. ജോർജ്, അഡ്വക്കേറ്റ് സുധീർ ബേബി, കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് വി. സി. സിജു, സജീവ് പള്ളത്ത്, ടി. എസ്. മുകേഷ്, കെ. എസ്. സുരേഷ്, രാജേഷ് പിഷാരിക്കൽ, പി. ടി. ജോസ്, ഗിരീഷ്, കെ. ബി. ഉണ്ണികൃഷ്ണൻ, കെ. എസ്. കുമാർ, ടി. സി. സിദ്ധൻ, ടി. വി. ഷാജി, ഏരിയ പ്രസിഡന്റ് ടി. എം. നിഖിൽ, ഇന്ദു ഷൺമുഖൻ, വൃന്ദ, മധു തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളെല്ലാവരും ഏകാത്മ മാനവ ദർശനം എന്നുള്ള ഒരു ആശയം പഠിക്കണം. നമ്മളെല്ലാം അത് ആ ഒരു ചെറിയ പുസ്തകത്തിൽ കാണുന്ന വെറും വാക്കുകളല്ല, അതിനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണക്കാക്കണം. ദീൻദയാൽജി പറഞ്ഞു അന്ത്യോദയം എങ്ങനെയായിരിക്കും, അതിന് എന്താണ് പ്രാക്ടിക്കൽ വീക്ഷണം? പ്രാക്ടിക്കൽ വീക്ഷണമാണ് മോദി സർക്കാർ, അതുപോലെ ബി.ജെ.പി. സർക്കാരുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന ഓരോ ചെറിയ 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 കാര്യങ്ങളും. ദീൻദയാൽജി പറഞ്ഞു ഗ്രാമങ്ങളുടെ സ്വരാജ്യം, ഗാന്ധിജിയും പറഞ്ഞത്. പക്ഷെ അതിനെ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്? ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് ഏകാത്മ മാനവ ദർശനത്തിന്റെ പ്രയോഗവൽക്കരണം എങ്ങനെയാണ്